ഹലോ, നമ്മൾ ഇന്നുള്ളത് കടലുണ്ടി ബേർഡ് സാങ്ച്വറിയിലാണ്. കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതമാണിത്. കടലുണ്ടി പുഴ അറബിക്കടലിൽ ലയിക്കുന്ന ഭാഗത്ത് ചെറിയ തുരുത്തുകളിലായി പരന്നു കിടക്കുന്ന ഈ ഒരു പ്രദേശം അതിമനോഹരമാണ്. 100-ലേറെ ഇനം തദ്ദേശീയ പക്ഷികളും 60-ഇനത്തിലേറെ ദേശാടന പക്ഷികളെയും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. 3 ഭാഗവും പുഴകളും അതുപോലെ പടിഞ്ഞാറ് അറബിക്കടലുമായി ചേരുന്ന ഈ ഒരു സ്ഥലം ടൂറിസത്തിന്റെ അനന്ത സാധ്യതകളാണ് തുറക്കുന്നത്. അതുകൊണ്ട് തന്നെ കടലുണ്ടിയെ സഞ്ചാരികളുടെ ഒരു പറുദീസയാക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാരിൽ നിന്നും നിരന്തരമായി ഉയരുന്നത്. ഉത്തരവാദിത്ത ടൂറിസത്തിലൂടെ തദ്ദേശീയർക്ക് തൊഴിലും സ്വന്തമായ വരുമാനവും ഉണ്ടാക്കാം എന്ന ആശയമാണ് ഇവർ പറയുന്നത്. 154 ഹെക്ടർ ഭൂമിയിലാണ് കമ്മ്യൂണിറ്റി റിസർവ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ 30 ഹെക്ടർ കണ്ടൽ വനമേഖലയാണ്. ടിബറ്റ്, ചൈന, സൈബീരിയ, കസാക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് പോലുമാണ് ദേശാടന പക്ഷികൾ ധാരാളമായി ഇവിടെ എത്തുന്നത്. സെപ്റ്റംബർ ആദ്യ വാരത്തിന് ശേഷമാണ് ദേശാടന പക്ഷികൾ കൂടുതലായി എത്താറ്. പ്രമുഖ പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സാലിം അലിയുടെ ബേർഡ്സ് ഓഫ് കേരളയിൽ പരാമർശിക്കുന്ന 10-ലധികം പക്ഷികളെയും കടലുണ്ടിയിൽ കണ്ടെത്തിയിരുന്നു അത്രേ. പ്രധാനമായും ഇവിടെ എത്താറുള്ള അതിഥികളായിട്ട് കണ്ടെത്തിയിരിക്കുന്നത് ഗ്രേറ്റ് നോട്ട്, ക്രാബ് ഫ്ലോവർ, പവിഴക്കാലി, ചോരക്കാലി, അതുപോലെ പച്ചക്കാലി, വാൾക്കൊക്കൻ, മണൽക്കോഴികൾ, ടേൺ സ്റ്റോൺ, ഡൺലിൻ, പിന്നെ കടലുണ്ടി ആള, ഇവയൊക്കെയാണ് പറയാറുള്ളത്. ഈ ഒരു പ്രദേശത്തിന്റെ മറ്റൊരു സവിശേഷതയായിട്ട് പറയാനുള്ളത് കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ഇവിടുന്ന് വളരെ അടുത്തായിരുന്നു. പണ്ട് ബ്രിട്ടീഷുകാര് തിരൂര് മുതൽ ചാലിയം വരെ 30 കിലോമീറ്റർ നീളത്തിൽ റെയിൽപാളം നിർമ്മിച്ചപ്പോൾ ഓടുമേഞ്ഞ ഇരുനില കെട്ടിടമായിരുന്ന ചാലിയത്തുണ്ടായിരുന്ന ആ ഒരു റെയിൽവേ സ്റ്റേഷൻ ഇതിന് വളരെ അടുത്തായിരുന്നു. ഇവിടെ കടലുണ്ടി ബേർഡ് സാങ്ച്വറിയിലേക്കുള്ള എൻട്രി ഫീസ് എന്ന് പറയുന്നത് 20 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. അവിടെ പക്ഷെ നമുക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കാണാനൊക്കെ ഒരുപാടൊന്നും ഇല്ല. നമുക്ക് കുറച്ചു നേരം അവിടെ ഇങ്ങനെ ഈ ഒരു പുഴയും ആ കണ്ടലിന്റെ വ്യൂ ഒക്കെ കണ്ട് അങ്ങനെ കുറച്ചു നേരം ഇരിക്കാം. അതുപോലെ തന്നെ കടലുണ്ടിന്റെ ബ്രിഡ്ജ് ഉണ്ട്, ബ്രിഡ്ജിലൂടെ ട്രെയിനൊക്കെ പോകുന്നതൊക്കെ നോക്കി കുറച്ചു നേരം അങ്ങനെ ഇരിക്കും. അല്ലാതെ വേറെ ആക്ടിവിറ്റീസോ പാർക്കോ അങ്ങനെ ഒന്നും ഇല്ല അവിടെ. മെയിൻ ആയിട്ട് ഇവിടെ ഉള്ളത് ബോട്ടിംഗ് ആണ്. ബോട്ടിങ്ങിന് ഫീ വരുന്നത് 1000 രൂപയാണ്. നോർമലി നമുക്കൊരു 1 അവറിന് മേളിൽ ബോട്ടിംഗ് കിട്ടും. അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ ബോട്ടുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വഞ്ചിയാണ്, ഇങ്ങനെ കുത്തി തുഴഞ്ഞു പോകുന്ന തോണികളാണ്. അപ്പം അത് നമ്മൾ ഈ കണ്ടൽക്കാടിന്റെ ഉള്ളിലേക്ക് നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല വ്യൂ ഉള്ളത്. അതിനുവേണ്ടി തന്നെയാണ് ഒരുപാട് ആളുകൾ ഡെയിലി ഇങ്ങോട്ടേക്ക് വരുന്നതും. അപ്പം നമ്മൾ എത്ര പേരാണെന്നുണ്ടെങ്കിലും 1000 രൂപയാണ്. മാക്സിമം 8 പേർക്കാണ് പോകാൻ പറ്റുക. ഇപ്പം 2 പേരാണെങ്കിലും 3 പേരാണെങ്കിലും 1000 രൂപയാണ് ബോട്ടിന് ചാർജ് വരുന്നത്. അത് നല്ല തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ പരിചയമില്ലാത്ത ആളുകളൊക്കെ ഇപ്പോൾ 1-2 ആളുകളൊക്കെ മാത്രമായിട്ട് അവിടെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിട്ട് ഒരു 8 പേരൊക്കെ ആയി കഴിയുമ്പം ആൾക്ക് ഇത്ര രൂപ ഇട്ടിട്ട് നമുക്ക് ഒരു ബോട്ട് എടുത്തിട്ട് പോകാനും പറ്റും. അങ്ങനത്തെ ഫെസിലിറ്റി അവിടെയുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മളിവിടെ ബോട്ട് സർവീസിന് വേണ്ടിയിട്ട് വരുമ്പോൾ വേലിയേറ്റ സമയമാണെങ്കിൽ മാത്രമേ കണ്ടൽക്കാടിന്റെ ഉള്ളിലേക്ക് നല്ലോണം വെള്ളം കയറുന്നുണ്ടാവുള്ളൂ. വേലി ഇറക്ക സമയത്താണെന്നുണ്ടെങ്കിൽ കണ്ടൽക്കാടിന്റെ ഉള്ളിൽ ഡ്രൈ ആയിട്ടത് ഡ്രൈ ലാൻഡ് ആയിട്ട് കിടക്കുമായിരിക്കും. അപ്പോൾ ഇവർക്ക് ഈ തോണികൾ അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതും ഈ വേലിയേറ്റവും വേലിയിറക്ക സമയം ഓരോ ദിവസവും ഡിഫറെൻ്റ് ആയിരിക്കും ടൈം. നമ്മൾ വന്ന സമയത്താണെന്നുണ്ടെങ്കിൽ വേലി ഇറക്കമായിരുന്നു. അന്നത്തെ വേലിയേറ്റ സമയം ഇനിയും ഉച്ചയ്ക്ക് ശേഷം ആവണമായിരുന്നു. അപ്പം നമ്മൾ ഒരുപാട് നേരം കാത്തിരിക്കേണ്ടി വരും നമുക്ക് കണ്ടൽക്കാടിൻ്റെ ഉള്ളിലേക്ക് തോണിയിൽ പോകണം എന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് നമ്മൾ അത്ര നേരത്തേക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നില്ല. നമ്മൾ ജസ്റ്റ് ഒരു തോണി എടുത്തിട്ട് എല്ലാവരും കൂടെ ഒരു റൗണ്ട് അങ്ങനെ പോയിട്ട് വരികയാണ് ചെയ്തത്. നമുക്ക് അന്നേരം കണ്ടൽക്കാടിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടി പറ്റില്ല. പക്ഷെ അവർക്ക് നമുക്ക് ആ തോണിയൊക്കെ കണ്ടൽക്കാടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചിട്ട് അവിടെ പാർക്ക് ചെയ്യുന്ന പോലെ കുറച്ച് നേരം അവർ സ്റ്റോപ്പ് ആക്കി തരും. ഈ കണ്ടലിൻ്റെ ആ ഒരു വ്യൂ ഒക്കെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടുന്ന പോലെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ആ ഒരു പ്രദേശവാസികളൊക്കെ ഇവിടുത്തെ ടൂറിസത്തിനെ അവർ ഒരുപാട് പ്രൊമോട്ട് ചെയ്യാനും അവരൊക്കെ അതുവഴി ജോലി സാധ്യത കണ്ടെത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏകദേശം 30-ലധികം തോണികളാണ് ഇവിടെ ഉള്ളത്. എല്ലാം അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള തോണിയാണ് നമ്മൾ കണ്ടതിൽ വെച്ച്. നമ്മൾ പോയതാണെങ്കിൽ നല്ലൊരു തോണിയായിരുന്നു. അതുപോലെ തന്നെ അവർക്കെല്ലാം ഇവിടെ കണ്ടൽക്കാടുകളെ കുറിച്ചും എത്ര ടൈപ്പ് കണ്ടൽ ഇവിടെ ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും പോകുന്ന വഴിക്ക് കാണുന്ന പക്ഷികളെയൊക്കെ അവർക്കറിയാം. അതൊക്കെ അവർ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും. പിന്നെ തോണികളിലാണെങ്കിലും നല്ല അത്യാവശ്യം ക്വാളിറ്റിയിലെ ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ആരെങ്കിലും ഒക്കെ ഇവിടുത്തെ
തോണിയിൽ സർവീസ് എടുത്ത് പോകാൻ വേണ്ടി താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ കണ്ടൽക്കാടിൻ്റെ ഉള്ളിലൂടെ പോകാൻ പറ്റുന്ന ടൈം നോക്കി വരാൻ ശ്രമിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഇവരെ വിളിച്ചിട്ട് അന്വേഷിക്കുക ഇവിടുത്തെ നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്ന ദിവസത്തെ വേലിയേറ്റ സമയം എപ്പോഴായിരിക്കും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ സമയം നോക്കിയിട്ട് അത് പ്രീ ബുക്ക് ചെയ്തിട്ട് തന്നെ വരിക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വന്നിട്ട് കുറേ സമയം ബോട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ ഈ ഒരു തോണി സർവീസ് എടുത്തിട്ട് കടലുണ്ടിയിലൂടെ അങ്ങനെ പുഴയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു സമയം 1 മണിക്കൂർ തീരുന്നതേ നമ്മൾ അറിയുന്നുണ്ടാവില്ല. കണ്ടൽ കാടുകളാണെങ്കിൽ തന്നെ ഇവിടെ പറയുകയാണെങ്കിൽ ഒരു 8-ലധികം കണ്ടലുള്ളതായിട്ടാണ് ഇവർ പറയുന്നത്. എന്താ ഉപ്പ് കണ്ടൽ, പിന്നെ നക്ഷത്ര കണ്ടൽ, അങ്ങനെ എന്തൊക്കെയോ ടൈപ്പുകൾ അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. 8-ലധികം ഉണ്ടെന്നാണ് അവർ ഐഡന്റിഫൈ ചെയ്തിട്ട് പറഞ്ഞത്. നമ്മൾ പോകുന്ന സമയത്താണെങ്കിൽ അവർ ഓരോന്നും നമുക്ക് പറഞ്ഞു തരും ഏതാന്നൊക്കെ. അതുപോലെ തന്നെ പിന്നെ കുറച്ചങ്ങ് പോയി കഴിയുമ്പം നമുക്ക് ഈ കടലുമായിട്ട് പുഴ ചേരുന്ന ആ ഭാഗത്തേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും മീനുകളൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ മീനുകളൊക്കെ പുറത്തേക്ക് ഇങ്ങനെ ചാടി പോകുന്നതാണ്. അത് ഒരെണ്ണമൊന്നുമല്ല, ഒരുപാട് മീനുകൾ ഇങ്ങനെ മേലേക്ക് വെള്ളത്തിന് മേളിലേക്ക് വന്നിട്ട് ചാടുന്നത് ഒരുമിച്ച് ഇങ്ങനെ തുള്ളുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വേലിയേറ്റം എങ്ങനെയാണെന്ന് നമുക്ക് ലൈവായിട്ട് നമുക്കിങ്ങനെ കാണാൻ വേണ്ടി പറ്റും. അതായത് കടൽ വെള്ളം ഇങ്ങനെ വന്നിട്ട് ഈ കണ്ടൽക്കാടുകളുടെ ഉള്ളിലേക്ക് തള്ളി കയറുന്നത് നമുക്കിങ്ങനെ കാണാനായിട്ട് പറ്റും. അത് നമ്മൾ ഒരു സമയത്ത് നോക്കുമ്പോൾ ഡ്രൈ ആയിട്ട് കിടന്ന സ്ഥലം പോലും കുറച്ചു നേരം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോഴേക്കും വെള്ളം ഇങ്ങനെ കയറിയിട്ട് അവിടെ നല്ലോണം ഒരു പുഴ ഒഴുകുന്നത് പോലെ വെള്ളമായിട്ട് വരുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും നമുക്ക്. പിന്നെ ഇവിടുത്തെ അതിമനോഹരമായ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇവിടുത്തെ റെയിൽവേ ബ്രിഡ്ജാണ്, കടലുണ്ടി പാലം. കടലുണ്ടി പാലത്തിലൂടെ ഇങ്ങനെ ട്രെയിൻ ഇങ്ങനെ പോകുന്നത് നമുക്ക് അവിടെ നമ്മൾ ആ പാർക്കിൽ ഇരുന്നിട്ട് കാണാനാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ തോണിയിൽ പോകുന്ന സമയത്താണെങ്കിലും ഒരു നല്ല അടിപൊളി ഒരു വ്യൂ ആണത്. പല ആളുകളും ഈ ട്രെയിൻ ഇങ്ങനെ പോകുന്നതിന് വീഡിയോ എടുക്കുകയും അതുപോലെ തന്നെ അതിനെ ബാക്ക്ഗ്രൗണ്ട് ആക്കി വെച്ചിട്ട് ഫോട്ടോസ് എടുക്കാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പം അതും നമുക്ക് മനോഹരമായ ഒരു കാഴ്ചയാണ്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ വന്ന് കാണുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ഇല്ല എന്ന് തോന്നുമെങ്കിലും നമ്മളൊരു തോണി യാത്ര എടുത്തിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് മനോഹരമായ കാഴ്ചകളും അതുപോലെ തന്നെ നമുക്ക് മനം മയക്കുന്ന ആ ഒരു എക്സ്പീരിയൻസും കിട്ടുന്ന ഒരു സ്ഥലമാണ് കടലുണ്ടി എന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ഒക്കെ കടലുണ്ടിയിൽ വരാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരിക, വിസിറ്റ് ചെയ്യുക. ഡെഫിനറ്റ് ആയിട്ട് ഇവിടുത്തെ ആ ഒരു തോണി സർവീസ് എടുത്തിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. കടലുണ്ടി ട്രെയിൻ അപകടം നടന്നതൊക്കെ എല്ലാവർക്കും ഓർമ്മയുള്ള കാര്യമാണല്ലോ. അപ്പം നമ്മളിങ്ങനെ തോണിയിൽ പോകുന്ന സമയത്ത് ആ തോണി തുഴഞ്ഞിരുന്ന പയ്യൻ നമുക്കിങ്ങനെ പറഞ്ഞു തന്നു, ഇവിടെയാണ് ട്രെയിൻ അപകടം നടന്നത്, ഇന്ന ഇയറിലാണ്, ഇതുപോലെയൊക്കെയായിരുന്നു കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ അവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു പോകുന്ന സമയത്ത്. അതുപോലെ കടലുണ്ടീനെ സംബന്ധിക്കുന്ന വേറെ പല കാര്യങ്ങളും അവർ നമ്മളിങ്ങനെ തോണി യാത്രയിൽ പോകുന്ന സമയത്ത് പറഞ്ഞു തരും. പിന്നെ ഒരു ഫ്ലോട്ടിംഗ് ഷോപ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഫ്ലോട്ടിംഗ് ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു തോണി, അതൊരു കടയായിട്ടുണ്ട്. നല്ല സീസൺ ആയിട്ട് ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ തോണിയിൽ പോകുന്ന നേരം ഇതിൽ ചെറിയ സാധനങ്ങളും എന്തെങ്കിലും സ്നാക്സും ചായയും ഒക്കെ ആയിട്ട് ഈ തോണിയും വരും. പിന്നെ നല്ലൊരു വ്യൂ ഉള്ളൊരു ലൊക്കേഷൻ ഉണ്ട്, നല്ല ഒരുപാട് കണ്ടൽക്കാടുകളൊക്കെ ഉള്ളത്. അപ്പം അത് മിക്കവാറും തോണികളൊക്കെ പോയിട്ട് അവിടെയാണ് പാർക്ക് ചെയ്തിടുന്നത്. അവിടെ അധികം ആഴം ഉണ്ടാവാറില്ല പലപ്പോഴും. അപ്പം അവിടെ വെച്ചിട്ടാണ് ആളുകൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നത്. അപ്പം ആ ഭാഗത്തൊക്കെ ആയിട്ട് ഈ കട കൊണ്ടിട്ടിട്ട് നമുക്ക് അവിടുന്ന് ചായയും സ്നാക്സൊക്കെ വാങ്ങിച്ച് കഴിക്കാം. ഇതൊക്കെ നല്ല ഒരു ഭംഗിയുള്ള കാഴ്ചയാണ്.